അനുവദിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉൽപ്പത്തിയിൽ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പുതിയ നിയമത്തിൽ പറയുകയാണ്, നീ നന്മതിന്മ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞതിന് പകരം നീ ജഡത്തെ അനുസരിച്ചാൽ നീ മരിക്കും, സംശയമല്ല, നിശ്ചയം. ഹല്ലേലൂയ. ആത്മാവിന് ജഡത്തിന്റെ പ്രവർത്തനങ്ങളെ നീ മരിപ്പിക്കുന്നുവെങ്കിൽ നീ ജീവിക്കും. ഇന്നും ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം തന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ആദ്യം തന്നെ ഞാൻ അവസാനം പ്രഖ്യാപിക്കുന്നു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആലോചന നിലനിൽക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആദ്യമേ ടെസ്റ്റ്. ആ ടെസ്റ്റിൽ മനുഷ്യൻ പരാജയപ്പെടുന്നു. ആ മനുഷ്യനെ ആ പിശാചിന്റെ കുടുക്കിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവ് യേശു പാപത്തിന് പരിഹാരമായിട്ട് കടന്നു വരുന്നു. തുടർന്ന് ആ മനുഷ്യൻ യേശുവിനെ അംഗീകരിക്കുമ്പോൾ അവനെ രക്ഷിച്ച് അവന്റെ ആത്മാവിനെ ആത്മമണ്ഡലത്തിലും സ്വർഗസന്നിധിയിലും അവന്റെ സോളും ബോഡിയും ഇപ്പോഴും ഭൂമിയിലും തന്നെയായിരിക്കുന്നു. ആമേൻ. ഈ പടങ്ങൾ നോക്കുന്നവർക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഭൂമിയിൽ തന്നെയായിരിക്കുന്നു. അവരോട് പറയുകയാണ്, ഞാൻ ചെയ്യേണ്ടതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തു. നിന്നെ ഞാൻ ഓൾറെഡി സ്വർഗത്തിൽ ഇരുത്തി കഴിഞ്ഞു. നിനക്ക് ആ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിത സമയത്ത് നീ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചു കൊള്ളുക, എങ്കിൽ നിനക്ക് ദൈവരാജ്യം അവകാശമാക്കാം. അതുകൊണ്ടാണ് റോമൻ 8:14 പറയുന്നത്, ആത്മാവാൽ നയിക്കപ്പെടുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ 7 സഭകൾ ദൂത് പറയുമ്പോൾ 7 സഭകളോടും പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അവരൊക്കെ ആരാന്നറിയാമോ? രക്ഷിക്കപ്പെട്ടവരാ. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ. ആ സഭയിലുള്ളിൽ 7 സഭയിലുള്ളവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ. ജയിക്കുന്നവൻ അവകാശമാക്കും. തന്റെ അടുത്തോടെ നിങ്ങൾ ഒരു പക്ഷെ ചോദിക്കുക, ഞാൻ പ്രസംഗിക്കുന്നത് ഒരിക്കൽ കൈവയ്ക്കുക ദൈവരാജ്യം അവകാശമാക്കുക, ഞാൻ പറയുന്നത് ഞാൻ ജയിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എങ്കിലും ഞാൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇല്ല ദൈവദാസനെ, കേട്ടുകൊള്ളുക. ജയിക്കാത്തവന്റെ പേര് ജീവപുസ്തകം മായ്ച്ചു കളയോ. ദൈവത്തിന്റെ വചനം വെളിപ്പാട് 2:11 പറയുക, ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരത്തില്ല. അതിന്റെ അർത്ഥം ജയിക്കാത്ത എല്ലാത്തിനും 2ാം മരണത്താൽ ദോഷം വരും. എന്താ 2ാം മരണം? വെളിപ്പാട് പുസ്തകം 20 പോകുമ്പോൾ സോളിനെ, ദേഹിയെ തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയുന്നതാണ് 2ാം മരണം. ആമേൻ. ഹല്ലേലൂയ. ജനം ചതിക്കപ്പെടരുത്. വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്നുള്ള തത്വം ഉണ്ടല്ലോ. ഒരുപക്ഷെ അറിവില്ലാതെ പ്രസംഗിക്കുന്നവരായിരിക്കാം. അറിവില്ലാതെ പ്രസംഗിക്കുകയാണെങ്കിൽ ഇന്ന് അത് അവസാനിപ്പിച്ച് തിരിച്ച് കടന്നു വരിക. കാരണം റെവലേഷൻ ഈസ് പ്രോഗ്രസീവ്. ഇന്ന് അറിയുന്നതല്ല, നാളെ ഇതിലും കൂടുതൽ അറിയും, അടുത്ത ദിവസം ഇതിലും കൂടുതൽ അറിയും. റെവലേഷൻ വർദ്ധിച്ചു വരുന്നതാ. എന്നാൽ ഹൃദയം കഠിനപ്പെട്ട് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചു പോയി, എനിക്കിനെ മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ, പ്രിയ ദൈവദാസനെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ പുറകെ വരുന്ന ജനലക്ഷങ്ങളെ നിങ്ങൾ നരകക്കുഴിയിലേക്ക് വലിച്ചെറിയോ. ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാ, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അവരാണ് ദൈവത്തിന്റെ മക്കൾ. ആത്മാവിനെ അനുസരിച്ച് ജയം പ്രാപിച്ചില്ല എങ്കിൽ ജയിക്കാത്തവന്റെ പേര് വെളിപ്പാട് 3:5 ജീവപുസ്തകം മായ്ച്ചു കളയും. ജയിക്കാത്തവർ എന്ത് സംഭവിക്കും? ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. വെളിപ്പാട് 2:11. പ്രിയ ദൈവത്തിന്റെ റോമൻ 8:13 നീ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും, സംശയമല്ല, നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നീ ജീവിക്കുക. വെളിപ്പാട് 21:7 ജയിക്കുന്നവൻ ഇത് അവകാശമാക്കുക. എന്താ ബൈബിൾ തീരാൻ പോകുകയാ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവനല്ല, കൈവക്കുന്നവനല്ല, കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല. എന്റെ സ്വർഗസ്ഥനായ പിതാവിന് കുഞ്ഞ് നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ആര് നിവർത്തിക്കുമോ അവൻ ദൈവരാജ്യം അവകാശമാക്കും. എന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദവൃതിയെ കേൾക്കുന്ന പ്രിയ ദൈവദാസനെ, പ്രിയ അഭിഷക്തനെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സഭയെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മേഖലയിലും മറ്റാരുടെ ഇഷ്ടമല്ല, നമ്മുടെ പ്രാണപ്രിയനായ, നമ്മുടെ തലയായ യേശുവിന്റെ ഇഷ്ടം മാത്രം മുറുകെ പിടിച്ച് അവയവങ്ങളായ നമ്മൾ ഈ ലോകത്തിന്റെ വിവിധ പരപ്പുകളിൽ ഇരുന്നുകൊണ്ട് അവന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ നല്ല പിതാവേ,
അങ്ങയുടെ ദയ മാത്രം ഞങ്ങളായിരിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി നാഥ. അങ്ങയുടെ ദാസന്മാരോട് ദാസിമാരോട് സംസാരിച്ചതിനായി നന്ദി. അങ്ങയുടെ വിഷൻ അങ്ങയുടെ മക്കൾ കൊടുത്തതിനായി നന്ദി. അങ്ങയുടെ പദ്ധതികൾ അങ്ങയുടെ മക്കൾ അറിയിച്ചതിനായി നന്ദി. നല്ല പിതാവേ, ഇന്ന് ഭൂമിയിൽ ആദ്യമായിട്ട് അപ്പൊ അങ്ങടിയിൽ തന്നത് ഒരു പേപ്പറിലായി, ഒരു ലീഫ്ലെറ്റായി അങ്ങയുടെ ജനത്തിന് ലഭിച്ചിരിക്കുന്നു. ഒരു ഗർഭിണി പ്രസവിച്ചുമ്പോഴുള്ള സന്തോഷം എനിക്കുണ്ട്. നല്ല നാഥ, എങ്കിലും എന്നോട് ക്ഷമിക്കണം, പല കുറവുകളുണ്ട്. പ്രിയ പിതാവേ, കേട്ട ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേട്ട വചനങ്ങളുടെ ന്യായവിധി ഹേതുവാകാതെ കേട്ടതനുസരിച്ച് ജീവിക്കുവാൻ, സ്വയം വഞ്ചിതരാകാതെ പോകുവാൻ ജനത്തെ സഹായിക്കണമേ. അത്ഭുത കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, അത് അഭിമാനമുണ്ട്. അങ്ങയുടെ പേര് പറയുമ്പോ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അങ്ങയുടെ പേര് പറയുമ്പോ ഞങ്ങളുടെ അകത്തുനിന്ന് ചിലത് ജീവന്റെ നദി ഇറങ്ങി വരികയാണ്. അങ്ങയുടെ പേരിൽ തന്നെ ശക്തിയുണ്ട് കർത്താവേ. ഇപ്പോൾ തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഇമ്പാർട്ടേഷനായി നന്ദിയോടെ സ്തോത്രം. ഒരു ഇൻഫർമേഷൻ മാത്രമല്ല, ഇമ്പാർട്ടേഷൻ അങ്ങയുടെ മക്കൾക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. പ്രിയ പിതാവെ, തുടർന്ന് അടിയനിലൂടെയും അങ്ങനെ അങ്ങയുടെ ഓമന കുഞ്ഞുങ്ങളോട് അങ്ങ് സംസാരിക്കണം. അങ്ങയുടെ യുദ്ധത്തിനായി അങ്ങയുടെ മക്കളെ അങ്ങ് ഒരുക്കിയെടുക്കണം. ഇതാ നാവിന്റെ ഉത്രേഹാൽ വരുന്ന വചനപ്രകാരം അടിയനെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോളിനെ പരിസരത്തെ ഈ മേഖലയിലുള്ള എല്ലാ വർഷിപ്പുകളെയും ഏൽപ്പിക്കുന്നു. എല്ലാവരാലും കർത്താവെ, എല്ലാവരാലും അങ്ങ് മാനിക്കപ്പെടട്ടെ. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, കൂടെ ഇരുന്നാട്ടെ. മഹത്വം അങ്ങ് യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ജീവിതത്തിൽ നമ്മളുടെ താൽക്കാലിക എക്സാം കൂടെ ഉണ്ടാകും. മാത്രമല്ല, ഇത് നമ്മളുടെ തന്നെ ഒരു ലൈഫ് അസൈൻമെന്റിന്റെ ഭാഗമാണ്. ഇന്ന് ലോകത്ത് പലർക്കും ലഭിക്കാത്ത കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും പാനിക് ആകത്തില്ല, തളർന്നു പോകത്തില്ല. ജീവിതത്തിൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തളരത്തില്ല. ആമേൻ. വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം വേണം മറ്റൊരു വ്യക്തിയോട് സംസാരിക്കാൻ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ വേദപുസ്തകം തൊട്ടടുത്ത് വേണം. ഈ പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഉറപ്പിക്കണം. വേദപുസ്തകം ഉറപ്പിക്കുമ്പോൾ തന്നെ അകത്തൊരാൾ കൂടി സൈൻ ചെയ്യും. ആമേൻ. അത് വരുമ്പോൾ തന്നെ സൈൻ നടന്നുകൊണ്ടിരിക്കും. ഇവിടുന്ന് വചനം പറയുമ്പോൾ തന്നെ അകത്ത് സൈനിങ് നടക്കും. ആ വ്യക്തിയാണ് നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ നമ്മൾ ദുരുപദേശത്തിൽ വീണുപോകത്തില്ല. ജീവിതത്തിലെ പ്രയാസങ്ങളുടെ മുമ്പിൽ നമ്മൾ തളർന്നു വീഴത്തില്ല. പകരം നമ്മൾ എന്ത് പ്രയാസം വന്നാലും നമുക്കതൊരു പ്രയാസമായിട്ട് നമുക്ക് തോന്നത്തില്ല. പകരം ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടമാണ് നമ്മുടെ മരണം. ആ മരണം പോലും നമുക്കൊരു പ്രമോഷനായി തീരും. ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്കൂൾ ഓഫ് മിനിസ്ട്രിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റ് പർപ്പസ് എന്ന വിഷയമാണ്. ആ പർപ്പസ് എന്ന വിഷയത്തിലെ അതിന്റെ കീഴിലുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പർപ്പസ് എന്താണെന്ന് നാം പഠിച്ചു. ദൈവത്തിന്റെ ചിന്ത, ഹൃദയത്തിലെ ചിന്ത ഒരു കാര്യത്തെക്കുറിച്ച്, അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്ത, ഒരു കാര്യം എന്തിനായി ദൈവം നിർമ്മിച്ചു, അതിന്റെ ഉദ്ദേശം, അതാണ് പർപ്പസ്. ദ റീസൺ ഫോർ സംതിങ് എക്സിസ്റ്റ്. ആമേൻ. അതിന്റെ പേരാണ് പർപ്പസ്. തുടർന്ന് ഈ പർപ്പസ് എവിടെയാണെന്ന് നമ്മൾ കണ്ടു. പർപ്പസ് മറ്റെവിടെയുമല്ല, ദൈവത്തിന്റെ ഹൃദയത്തിലാണ് പർപ്പസ്. ആമേൻ. ഉണ്ടാക്കിയ വ്യക്തിയുടെ ഉള്ളിലാണ് അതിനെക്കുറിച്ചുള്ള പർപ്പസ് ഇരിക്കുന്നത്. ആമേൻ. തുടർന്ന് നമ്മൾ പഠിക്കുവാനിടയായി വിഷൻ എന്താണ്. അത് പഠിക്കുവാനുള്ള കാരണം സദൃശവാക്യം 29:18 ഇങ്ങനെ പറയുന്നു: ദർശനമില്ലാതെ പോയാൽ, അതായത് വിഷൻ ഇല്ലാതെ പോയാൽ ജനം നശിക്കുന്നു. ആമേൻ.
അപ്പോൾ എവിടെ നിന്ന് കിട്ടും വിഷൻ? നമ്മൾ മനസ്സിലാക്കി, എപ്പോഴാണോ നമ്മൾ നമ്മുടെ പർപ്പസ് അറിയുന്നത്, ആ പർപ്പസ് അറിയുന്നതാണ് വിഷൻ. ആമേൻ, ഹല്ലേലൂയ. അതേ തുടർന്ന് നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു. ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെ, മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് എങ്ങനെ, മൃഗങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ. ആമേൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരണം ഇന്ന് മനുഷ്യരിൽ പലരും മൃഗങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. കാരണം ദൈവത്തിന്റെ വചനം മറ്റൊരു ഭാഗത്ത് ഹോശേയ 4:6 പറയുകയാണ്, പരിജ്ഞാനമില്ലാകയാൽ എന്റെ ജനമാണെങ്കിലും അവർ നശിച്ചു പോകുന്നു. അപ്പോ പരിജ്ഞാനമില്ല, കാരണം അവർ ദർശനത്തിലല്ല അവരും പ്രവർത്തിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അറിയേണ്ടത് അവരറിയുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊന്ന് പഠിക്കുവാനായിട്ട് ഇടയായി. ദൈവം പ്രവർത്തിക്കുന്നത് വചനം കൊണ്ടും മനുഷ്യൻ പ്രവർത്തിക്കുന്നത് വചനത്തിലുള്ള വിഷൻ ദർശനം കൊണ്ടും മൃഗങ്ങൾ പ്രവർത്തിക്കുന്നത് കാഴ്ചയാലും ആണ് എന്ന്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുവാനിടയായത്, ഇനി നമ്മൾ കാഴ്ചയാലല്ല ജീവിക്കേണ്ടത്, വിശ്വാസത്താലാണ്. അതായത് വിഷനിൽ നിന്നാണ്. ആമേൻ. വിഷൻ ഉപയോഗിച്ചാണ്, വചനത്തിൽ നിന്ന് നമുക്ക് വിഷൻ കിട്ടുന്നു. ആ വിഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നാം പ്രവർത്തിക്കുന്നത് വിശ്വാസത്താലാണ്. ആമേൻ. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചു. നമ്മൾ കഴിക്കുന്ന ആഹാരം, ഭൗതിക ആഹാരം എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ളതാണ് എങ്കിൽ നമ്മൾ ഭൗതികമായി ഫിസിക്കലായി രോഗികളായി തീരും. ആമേൻ. ഫുഡ് പോയിസൺ കടന്നു വരുവാനിടയാകും. ഇതേപോലെ തന്നെ ആത്മീയ ഭക്ഷണം നാം കഴിക്കുമ്പോൾ അതില് പോയിസൺ ഉള്ളത് കഴിച്ചാൽ, മാലിന്യമുള്ളത് കഴിച്ചാൽ നാം ആത്മീയമായി വളരുകയില്ല, പകരം തളരുകയും ചെയ്യും. ആമേൻ. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ഫുഡ് വന്നാലും പലപ്പോഴും നമ്മൾ നല്ല ഫുഡ് കഴിക്കില്ല. ഹല്ലേലൂയ. പക്ഷെ ആത്മീയമായി രോഗിയായാൽ അത് നമ്മൾ അറിയത്തില്ല. പക്ഷെ ഒന്ന് നമുക്കറിയാം, എന്റെ കഴിഞ്ഞ കൊല്ലത്തെ സാക്ഷ്യം തന്നെയായിരിക്കും ഈ കൊല്ലത്തെ സാക്ഷ്യം. ആമേൻ. ഒരു 10 വർഷം കഴിഞ്ഞാൽ എന്റെ സാക്ഷ്യം അത് തന്നെയായിരിക്കും. എന്റെ ഉള്ളിൽ ആത്മനദി വളരുകയോ ആത്മീയ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വരികയും ചെയ്യുകയില്ല. പകരം ഞാൻ പലപ്പോഴും തളർന്നു പോകാനായിട്ട് ഇടയാകും. എന്റെ അകത്ത് വിശ്വാസത്യാഗം വരുവാനായിട്ട് ഇടയാകും. പകരം എപ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ രക്ഷയ്ക്കായി ഒരു വളർച്ചയുണ്ടെന്നും അങ്ങനെ വളരുവാൻ വചനമെന്ന പാലല്ല കുടിക്കേണ്ടേ, മായമില്ലാത്ത പാല് കുടിക്കണമെന്ന് നാം മനസ്സിലാക്കി. തുടർന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നാം ബൈബിൾ വിഷനിലേക്ക് കയറി. ബൈബിൾ വിഷൻ എന്താണ്? ബൈബിളിന്റെ വിഷൻ. ദർശനമില്ലാതിരുന്നാലല്ലേ ജനം നശിക്കുന്നേ. എങ്കിൽ ഈ ബൈബിളിന്റെ ദർശനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്നെ ചതിക്കാനും പറ്റില്ല, ആർക്കും എന്നെ പറ്റിക്കാനും പറ്റില്ല, ഞാൻ തളർന്നു പോവുകയും ഇല്ല. ആമേൻ. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ പവർ പോയിന്റ് പ്രസന്റേഷന്റെ ആ പേപ്പർ ബൈബിളിന്റെ വിഷനാണ്. അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണും, ഇവിടെ പ്രസംഗിച്ച് കേൾക്കും. എന്താണ് ബൈബിൾ വിഷൻ? നമ്മൾ മനസ്സിലാക്കി, ദൈവം പ്രവർത്തിക്കുന്നത് നിത്യതയിലാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പറിൽ, ആ ലീഫ്ലെറ്റിൽ ആദ്യം തന്നെ കാണുന്ന ആ മേഖലയുണ്ട്. അതിൽ ആദ്യ പകുതി എറ്റേണിറ്റി, ആ ഡോട്ടഡ് ലൈൻ. രണ്ടാമത്തെ ഡോട്ടഡ് ലൈൻ അതും എറ്റേണിറ്റി. നടുവില് ആ എറ്റേണിറ്റി രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുന്നു, അതിന്റെ പേര് സമയം. കഴിഞ്ഞ ക്ലാസ് മനസ്സിലാക്കി സമയം എന്നാൽ എന്ത്? നിത്യതയിലെ ഇടവേളയാണ്